ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾക്കെന്ന സാവകാശത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ നക്കുണയിലൂടെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 5ാം സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയോടുകൂടി ഇതിൽ പങ്കെടുക്കുവാൻ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ സജ്ജീകരണങ്ങളെയും ക്രമീകരണങ്ങളെയും അങ്ങയുടെ ഓമനക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവെ, നിൻ്റെ രക്തം കൊണ്ട് നിന്നെ മുദ്രയിട്ട് ദുഷ്ടൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർത്ത് അനുഗ്രഹ സമ്പൂർണ്ണമായത് റെക്കോർഡ് ചെയ്യുവാനും പ്രക്ഷേപണം ചെയ്യാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ മഹത്വവും മഹിമയും മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും എളിയ സംരംഭത്തെ അങ്ങടുത്ത് ഉപയോഗിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അങ്ങയിലെ കൊണ്ട് ഈ മാത്രമുള്ള ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന ബൈബിൾ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഇന്ന് 5ാം സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 5ാം സ്റ്റേജിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മത്സരാർത്ഥികളോട് പറയാനാണെങ്കിൽ മുൻപുള്ള സ്റ്റേജസിനേക്കാൾ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ട്. എപ്പോഴും നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ പുതിയ റൗണ്ട് ഉൾപ്പെടുത്തും. അങ്ങനെ ഒരു റൗണ്ട് പാടെ മാറുന്നതല്ലാതെ മറ്റ് റൗണ്ടുകളെല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. കാരണം ഒരു ബൈബിൾ ക്വിസ് എന്ന് പറയുമ്പം പഴയ നിയമവും പുതിയ നിയമവും ഉണ്ടാകണം, ബൈബിളിൻ്റേതായ ചരിത്രം ഉണ്ടാകണം. സോ ദാറ്റ് കനോട്ട് ചേഞ്ച്, ഇറ്റ് കണ്ടിന്യൂസ് ദാറ്റ് വേ. അതുകൊണ്ട് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. സമയപരിധിയും അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. സോ വി സ്റ്റാർട്ട് വിത്ത് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. ആക്ച്വലി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ പതിവ് പോലെ ഓരോരുത്തർക്കും ഓരോ ചോദ്യം, ശരിയായ ഉത്തരം ലഭിക്കുന്നവർക്ക് 5 മാർക്ക്, നെഗറ്റീവ് ആൻസേഴ്സ്, അതായത് തെറ്റായ ഉത്തരങ്ങൾക്ക് -1, മറുപടി ഒന്നും അതില്ലെങ്കിൽ നോ മാർക്സ് അറ്റ് ഓൾ. ദാറ്റ്സ് ഓൾ. നോ മൈനസ്, നോ പ്ലസ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചോദ്യം. ആദ്യത്തെ ചോദ്യം ബീന ജോസഫിനോടായിരിക്കും ചോദിക്കുന്നത്. റൈറ്റ്? യു ആർ റെഡി? റൈറ്റ്. നെക്സ്റ്റ് ഈസ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. വി സ്റ്റാർട്ട് വിത്ത് മിസ്റ്റർ റോഷി തോമസിൽ നിന്ന് ആരംഭിക്കുന്നു. സിമിലർ പ്രിൻസിപ്പിൾസ്. ഓൾറൈറ്റ്. മൂന്നാമത്തെ റൗണ്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ക്രിസ്ത്യൻ ഹിസ്റ്ററി, ബൈബിൾ ഹിസ്റ്ററി ആസ് ബിഫോർ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പാസ്റ്റർ ബിനു അലക്സ്. 3 questions, 1 each. നൗ ബൈബിൾ ബമ്പർ കഴിഞ്ഞ സ്റ്റേജിലെ പോലെ തന്നെയാണ്. നാം ഒരു വ്യത്യാസം കഴിഞ്ഞ സ്റ്റേജിൽ വരുത്തിയിരുന്നു. 5 ചോദ്യങ്ങളായിരുന്നു. ഓരോരുത്തർക്കും പ്രത്യേക ചോദ്യങ്ങളില്ല, പൊതു ചോദ്യങ്ങളാണ്. ഇറ്റ്സ് എ ബസർ റൗണ്ട്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻസിങ് ഓൺ സ്പീഡ്. പക്ഷേ സ്പീഡ് ഉണ്ടായിട്ട് കാര്യമില്ല. യു ഷുഡ് നോ യുവർ സ്റ്റഫ് ഓൾസോ. അപ്പോൾ നമ്മൾ അത്രമാത്രം ഷാർപ്പായിരിക്കണം. ഷാർപ്നെസ് ഈസ് ദ വേർഡ്. അപ്പോൾ അത്ര ഷാർപ്പായിട്ട് കേൾക്കുമ്പോൾ, ഇപ്പോൾ ദാവീദ് എന്ന് പറയുമ്പോൾ ദാവീദിനെക്കുറിച്ച് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അത് പലവിധമായിട്ടുള്ള ഗൈഡിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ചോദ്യങ്ങളുണ്ടാകുന്നു. അപ്പം അതിൽ ഏതിനെയും മറുപടി പറയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു പ്രസംഗം ചെയ്യണം. പിന്നെ ചോദ്യം പുറകെ വന്നോട്ടെ. അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ ആൻസർ ശരിയാണെങ്കിൽ ഇറ്റ്സ് എ ഗസ് ഗെയിം. 3 marks യു ഗെറ്റ്. അഥവാ അതിന് തെറ്റായി പോയാലും -1 പോകുന്നുള്ളൂ. 15 മാർക്കാണ് ബൈബിൾ റൗണ്ടിലുള്ളത്. ആക്ച്വലി ഈ വിജയികളെ നിർണ്ണയിക്കാൻ ഒരു വലിയ പങ്ക് ബൈബിൾ ബമ്പർ റൗണ്ട് വഹിക്കുന്നുണ്ട്. അത് ഞാൻ ആ 3 ക്വസ്റ്റ്യൻസാണ് മാക്സിമം, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ. പക്ഷേ വന്ന മത്സരാർത്ഥികൾ പറയുന്നു എല്ലാവർക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വേണം ആൻസർ ചെയ്യാൻ. കാരണം ഒരാളോട് ചോദിക്കുമ്പം അത് പാസ്റ്ററിനറിയാം, ബീനോട്ട് ചോദിക്കുമ്പോൾ പാസ്റ്ററിനറിയാം, റോഷിക്കും അറിയാം. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പാസ്റ്റർ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും റോഷിക്ക് പറയാനുള്ള തിടുക്കമുണ്ട്, പക്ഷേ പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എവരിബഡി ഷുഡ് ബി ഗിവൻ ആൻ ഈക്വൽ ചാൻസ്.
അത് ശരിയാണെന്ന് എനിക്കും തോന്നി. സോ വി ഹാവ് ഇൻക്രീസ് ടു 15 മാർക്സ്. ദാറ്റ്സ് 5 questions, 3 marks each. റൈറ്റ്? ഇറ്റ്സ് വെരി ക്ലിയർ നൗ. ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ റൗണ്ടാണ് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പ്രൈസ് റൗണ്ട്. നേരത്തെ ഒരു പ്രൈസ് റൗണ്ട് ഉണ്ടായിരുന്നു. അത് മത്സരാർത്ഥികൾ പാടി ദൈവത്തെ സ്തുതിക്കുക. കാരണം നമ്മൾ ഇപ്രകാരം ഒരു ശുശ്രൂഷയിലെ കർത്താവ് കൊണ്ടുവന്നു, കർത്താവിനെ പാടി നമ്മുടെ കഴിവനുസരിച്ച്, അതിന് മാർക്കിനൊന്നും അങ്ങനെയുള്ള സംഗീതത്തിൻ്റെ അവഗാധ തലങ്ങളിലേക്ക് പോയിട്ടുള്ള മാർക്കൊന്നുമല്ല ഇട്ടത്. എല്ലാവർക്കും ഓൾമോസ്റ്റ് സിമിലർ. അതുകൊണ്ട് ഒരാൾ ഔട്ടാകാനും പോകുന്നില്ല, വിജയിക്കാനും പോകും. ആ രീതിയിലുള്ളൊരു, അത് കാരണം ദ മെയിൻ പ്രിൻസിപ്പിൾ വാസ് ടു എൻകറേജ് ദ പ്രൈസ് ആൻഡ് ഓൾസോ ടു പ്രൈസ് ഗാഡ്. ഇവിടെ ഇതും പ്രൈസ് റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗം. 3 ഭാഗങ്ങളാണ് പ്രൈസ് റൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനം ഇവിടെ പ്ലേ ചെയ്യും. ആ ഗാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്നുള്ളത് നിങ്ങൾ പറയണം. ആരാണ് ആ പാട്ട് എഴുതിയത്? എന്ത് പശ്ചാത്തലത്തിലാണ് ആ പാട്ട് എഴുതിയത്? അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മളൊന്നും എത്ര പേര് അങ്ങനെ കൂടി ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും ഓരോ പാട്ടിനും ഓരോ സാഹചര്യങ്ങളുണ്ട്. ഓരോ പാട്ടും ആത്മീയമായ അനുഭവങ്ങളാണ് ആ രീതിയിലുള്ള പാട്ടുകൾ. അപ്പോൾ അത് ആശ്വാസത്തിനും സാന്ത്വനത്തിനും പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും ഒക്കെ വഴി തുറക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യം, ഇപ്പം ഞാൻ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ കൂടെ ഞാൻ 5 നിങ്ങൾക്ക് ഓതറിനെ പെട്ടെന്ന് ഓർക്കാൻ സാധ്യമല്ല. കാരണം സഡനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊന്നും ഗൈഡിൽ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളും അല്ലാത്തതുകൊണ്ട് ചില ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ 4-5 പേരുടെ പേര് പറയും. അതിൽ നിന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. എഴുതി കാണിക്കത്തുമില്ല, ജസ്റ്റ് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ആ ഗൈഡ്, പിന്നെ ആ ഓതറിനെ കുറിച്ച്, അത് എഴുതിയ ആളിനെ കുറിച്ച്, എഴുതിയ ആളായിരിക്കും ഈണം പകരുന്നത്. ഇപ്പോഴാണ് സംഗീത സംവിധാനമൊക്കെ. വാസ്തവത്തിൽ ഒറിജിനലായിട്ട് ഞങ്ങൾ പാട്ട് എഴുതുമ്പോൾ, ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനൊരു പാട്ടെഴുത്തുകാരനാണ്. ഞാൻ പാട്ടെഴുതുമ്പോൾ ചുമ്മാ കുറച്ച് വരികൾ എഴുതി വെക്കുകയല്ല, ആ പാട്ടിന് ദൈവം തരുന്ന ഈണമനുസരിച്ചാണ് എഴുതുന്നത്. പക്ഷേ ഇപ്പം 350 പാട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, 360 പാട്ടോളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം തന്ന ഈണങ്ങളനുസരിച്ച് ഓരോ പാട്ടും പ്രത്യേക ഈണങ്ങളുണ്ട്. അപ്പം ആ ഈണവും അതോടൊപ്പം തന്നെ രചനയും രണ്ടും ഞാനതിനാണ് ചെയ്യുന്നത്. ചില പാട്ടെഴുത്തുകാർ കുറച്ച് പാട്ട് എഴുതിയിട്ട് മ്യൂസിക് ഡയറക്ടറെ കൊടുത്തൊരു പാട്ട് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒരു ഈണം കൊടുത്തിട്ട് പാട്ട് എഴുതാൻ പറയും. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ, എല്ലാ പാട്ടുകൾക്കും ഓരോ സാഹചര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്നത് പറയുക. ആദ്യം ബീനോട് ചോദിച്ചു, അപ്പം ബീനയ്ക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് ആരാന്ന് അറിഞ്ഞുകൂടാ. ബട്ട് യു ക്യാൻ മേക്ക് എ ഗസ് ചെയ്താൽ തെറ്റാണെങ്കിൽ -1, അല്ലെങ്കിൽ ഗസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നത് പറയുക. ആ വ്യക്തിയെക്കുറിച്ച്, ആ രചയിതാവിനെക്കുറിച്ച്, ആ രചയിതാവിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും ബാക്കി മാർക്കുകൾ ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എത്രമാത്രം നിങ്ങൾ ഈ ശുശ്രൂഷ, ഗാന ശുശ്രൂഷയാണ്, അതിനൊന്നും ആരും പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം ഇന്നത്തെ ആധുനിക ക്രിസ്തീയ ഗാനങ്ങളെന്നൊക്കെ പറയുമ്പം അനുഭവങ്ങളുടേതായിട്ടുള്ള ആഴങ്ങളുള്ള ഗാനങ്ങൾ വളരെ കുറവാണെന്ന് സങ്കടത്തോടെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. എനിവേ, ദാറ്റ് ഈസ് നോട്ട് മൈ ക്രൈറ്റീരിയ. അപ്പോൾ ഈ പ്രൈസ് റൗണ്ടിൽ ഇതായിരിക്കും ഇതിൻ്റെ മാനദണ്ഡം. ആദ്യമേ തരുന്ന ഓതേഴ്സിൽ നിന്ന് ഒരു ഓതറിനെ ഗസ് ചെയ്യുക, റൈറ്റ്? അപ്പോൾ ആ ഗസ് ചെയ്ത് തെറ്റിപ്പോയി, ശരി, അടുത്ത ആൾക്ക് ആ ചാൻസ് കൊടുക്കും. 3 പേർ ചാൻസ് കൊടുത്ത ശേഷം പിന്നീട് ഓതറിനെ കുറിച്ച് എന്താണ് അറിയാവുന്നതെന്ന് വെച്ചാൽ പറയുക, അറിയാമെങ്കിൽ പാസ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചായിരിക്കും മാർക്ക് ലഭിക്കുക. മനസ്സിലായല്ലോ? ഓൾറൈറ്റ്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ടഫ്? It may be tough, but you are learning something new. Yeah. And these are the most popular hymns in the Christian history in Kerala. മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ പാട്ടുകളും പുതിയ പാട്ടുകളും ഉണ്ട്. അപ്പോൾ എൻ്റെ പാട്ടൊന്നും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നോ, ഇത് എൻ്റെ പാട്ട് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാനുള്ള കാര്യത്തിലും അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ മനഃപൂർവ്വമായിട്ട്, ഇപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ ഗാനസമാഹാരം പുറത്തിറങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. ബ്യൂട്ടിഫുൾ സോങ്സ് അത്. പക്ഷെ അതുപോലെ ഞാൻ ഒന്നും ഉൾപ്പെടുത്തില്ല, കാരണം അതല്ല ഇതിൻ്റെ ലക്ഷ്യം. സോ നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ കഴിയണം. ഓൾറൈറ്റ്. കാരണം ഓരോരുത്തരെ നമ്മൾ വഴി നടത്തുന്നത് പല രീതികളിലാണ്, കർത്താവിൻ്റെ അനുഭവമാക്കുന്നത് പല രീതികളിലാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് നമുക്ക് മുൻപോട്ട് പോകാനുള്ള വഴികളൊക്കെ ആയിട്ട് പ്രശോഭിക്കുന്നത്. ഓൾറൈറ്റ്. ഡോഷി ചോദ്യങ്ങളെല്ലാം ഉണ്ടോ? ഇല്ല. താങ്ക് യു വെരി മച്ച്. സോ മിനിമം ആവറേജ് ഇസ് 5 marks എ ഡീസൻറ്റ് മാർക്കിംഗ്. എനി ക്വസ്റ്റ്യൻസ് പാഷ? ഇല്ല. അപ്പോൾ ഈ 5 റൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ടൈ വരികയാണെങ്കിൽ, ഒരു വിജയം നിർണ്ണയിക്കാൻ പ്രയാസമാണെങ്കിൽ, നമ്മുടെ മാനേജർ മിസ്റ്റർ ലൂയിയുടെ അനുഭവത്തോട് ഞാൻ ബൈബിൾ ബോംബ് ഉപയോഗിക്കും.
ഈ 4 സ്റ്റേജുകളിലും പലപ്പോഴും എടുത്തിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത പ്രയാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവസാനം ഒരു നിവൃത്തിയില്ല, പാട്ടും വഷളാകുകയാണെങ്കിൽ ഞാൻ ബൈബിൾ ലൗണ്ട് അവസാനത്തിൽ അത് ബൈബിൾ ബോംബ് ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റൈറ്റ്, സോ ദാറ്റ് ബ്രിങ്സ് us ടു ദ ക്ലോസ് ഓഫ് ദ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം നമ്മൾ ഹാഫ് വേ കഴിഞ്ഞു. വി ആർ ഇൻ ദ ഫൈനൽ റൗണ്ട് നൗ. ഇറ്റ്സ് എ പ്രീ ക്വാർട്ടർ. ദാറ്റ് മീൻസ് വി ആർ ഇൻ ദ ഫൈനൽ റൗണ്ട്. പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഫൈനൽ, ഫൈനൽ. ഇത് 5th സ്റ്റേജാണ്. 9th സ്റ്റേജാണ് ഈ കോമ്പറ്റീഷൻ. റൈറ്റ്. അപ്പോൾ ബീന ജോസഫ് ഇപ്പോൾ ഈ 5th സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു. എന്താ താങ്കളുടെ അനുഭവം ഇതിനെക്കുറിച്ച്? ഒരുപാട് ഇതുപോലെയുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഉണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്തോ അവിടെ വ്യത്യസ്തത അനുഭവപ്പെടുന്നത്? ഇവിടെ ഇങ്ങനെ പൊതുവായിട്ട് എല്ലാ ആൾക്കാരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ചാനലിൻ്റെ ഇതുപോലെ പ്രോഗ്രാമിലൊന്നും പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ചാനലിൻ്റെ പ്രോഗ്രാമേക്കാൾ ഉപരിയായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഘടന എങ്ങനെയാണ് നമ്മളതിനെ സ്വാഗതം ചെയ്തു? ബൈബിളിനെ കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് കുറേ കൂടെ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടാൻ സാധിച്ചു. അതുപോലെ ചില ചോദ്യങ്ങൾ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ചിലത് വളരെ ടഫാണ്. അപ്പം മനസ്സിലായി ഞങ്ങൾ കുറേ കൂടെ വചനം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അപ്പം കുറേ കൂടെ വചനം മനസ്സിലാക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് മനഃപൂർവ്വമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ബൈബിളിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ചോദ്യം ചോദിച്ച് ഒരാളെ ഉത്തരം മുട്ടിക്കാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്നതാണ്, പ്രയാസമുണ്ടോ? അല്ലെങ്കിൽ അത് എന്തെങ്കിലും കുറേ ഗൈഡ് വാങ്ങിച്ചിട്ട് മറുപടി പറയാനൊക്കാത്ത എത്രയോ ആയിരക്കണക്കിന് കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് അന്ന് മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഇടയ്ക്ക് വളരെ ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് നമ്മൾ ഈ ക്യാരറ്റ് ആൻഡ് റോഡ് എക്സ്പീരിയൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്റർ അറിയാതെ എന്താന്ന്? മുമ്പിൽ ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് നമ്മളെ ആർക്ക്? മുയലിനല്ല, കഴുതയെ നടത്താൻ കഴുത കുഴി മടിയനാണ്, ഒന്നും നടക്കുകയില്ല. അപ്പോൾ കഴുതയെ കൊണ്ട് നടത്ത പ്രാചീനകാലത്ത് കഴുതയാണല്ലോ വാഹനം. സാധാരണക്കാരൻ്റെ വാഹനം കുതിരയല്ല, കഴുതയാണ്. അപ്പോൾ ഈ കഴുതയ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് മുന്നോട്ട് വെച്ച് കൊടുക്കും. അപ്പം കഴുത നടക്കും. ഒരു ചെറിയ ക്യാരറ്റ് വെച്ച് കൊടുക്കും, കഴിക്കും. ഇച്ചിരി കഴിയുമ്പം ഇവൻ പിന്നെയും ക്യാരറ്റ് അടിച്ചവന് മനസ്സിലായി ഇവനെ നടത്തണം. അപ്പം ഇവനും കിടക്കും. അപ്പം കൈ മറ്റവൻ്റെ വടിയുണ്ടോ, റോഡ് അടിക്കും. അന്നേരം ചാടി എഴുന്നേറ്റ് നടത്തും. അതാണ് ഈ ക്യാരറ്റ് ആൻഡ് റോഡ് ട്രിക്ക് എന്ന് പറയുന്നത്. എന്ന് പറയുന്നതിലോട്ട് ലളിതമായിട്ടൊരു ചോദ്യം തരിക, പിന്നെ ആദ്യം അത് ക്യാരറ്റ്, പിന്നെ ഇച്ചിരി പ്രയാസമുള്ളതാകുമ്പോൾ വടി വെച്ച് മനസ്സിലായോ? റൈറ്റ്. യെസ് പാസ്റ്റർ, വാട്ട് ഇസ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് വളരെ നല്ല അനുഭവമാണ് 5ാം റൗണ്ടിലേക്ക് 5ാം സ്റ്റേജിലേക്ക് വന്നവരെ ഉള്ളത്. കാരണം ബൈബിളിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ സഭാചരിത്രത്തെക്കുറിച്ചും അതുപോലെ ആരാധനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും ഒക്കെയുള്ള റൗണ്ടുകൾ തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർക്ക് വളരെ ഒരു അനുഭവവേദ്യമാവുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. താങ്ക് യു. യെസ് മിസ്റ്റർ റോഷി തോമസ്. ഞാനും ബൈബിൾ ക്വിസ് ഒത്തിരി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം ബൈബിളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇങ്ങനെയുള്ള റൗണ്ടുകളുള്ള ഒരു ബൈബിൾ ക്വിസ് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ബൈബിളിൻ്റെ എല്ലാ മേഖലകളിലും, അത് ആത്മീയ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഓരോ റൗണ്ടുണ്ട് എന്ന് പറയുന്നത് അത് അത്ഭുതാവഹമാണ്. കാരണം സാക്ഷ്യം പറയാനും പ്രസംഗിക്കാനും പാടാനും അങ്ങനെയൊക്കെയുള്ള റൗണ്ടുകളുള്ളത് വളരെ നല്ലതാണ്. ബൈബിളിൽ നിന്നല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പം ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ഒത്തിരി പഠിക്കാൻ ഉള്ളൊരവസരമാണ് ഇത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. താങ്ക് യു. അത് മാത്രമല്ല, ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ദർശനം എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയെ യേശുവിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുകയും ആ വ്യക്തി മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുകയും ചെയ്യണം. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെ നയിക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മ ശക്തിയിൽ പ്രശോഭിക്കണമെങ്കിൽ വചനം അടിസ്ഥാനമാകണം. അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷയ്ക്ക് ഇപ്രകാരമുള്ള ക്വിസ് കോമ്പറ്റീഷൻ മറ്റനേക ശുശ്രൂഷകളുണ്ട് നാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ കേരളത്തിലോ ഭാരതത്തിലോ ഓരോ റൗണ്ടിലും ഇങ്ങനെ പ്രൈസ് മണി വെച്ചിട്ട് പോകുന്ന ഒരു സമാനമായ ക്വിസ് കോമ്പറ്റീഷൻ ഇല്ല. റോഷി പറയട്ടെ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി പല വേദികളും ഞാൻ താങ്കളുടെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓരോ ഇത് തരുന്നതെന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ഈ എളിയ ശുശ്രൂഷയുള്ള ഒരു ചെറിയ കൂട്ടം സഹോദരങ്ങളാണ് ഇത് നയിക്കുന്നത്. കാരണം
ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. വചനം എത്തപ്പെടേണ്ടതൊക്കെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഇതൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ വചനത്തിൻ്റേതായുള്ള പ്രചാരണത്തിനും അനേകർക്ക് ഇത് വെളിച്ചമായി തീരുവാൻ ആണ് ഈ പരിഭാഷകളൊക്കെ നടത്തുന്നത്. 17 ഭാഷകളിൽ തിരുവചനം പരിഭാഷപ്പെടുത്തുന്നു. 14 ഗോത്രവർഗ്ഗങ്ങളാണ്. നാളിതുവരെ ഒരു വാക്കുപോലും അവരുടെ ഭാഷയിൽ അച്ചടിച്ചിട്ടില്ല, പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനമാണ് ആദ്യമായിട്ട് ആ ഗോത്രത്തിൽ ചെല്ലുന്നത്. അതൊരു ഭാഗം. അതേ സമയത്ത് ഭാഷ അറിയാവുന്നവരും വേദപുസ്തകമുള്ളവരും ഇത് വായിക്കാതിരിക്കുമ്പോൾ അവരെ വായിപ്പിക്കട്ടെ. അപ്പോൾ അവരെ ആകർഷിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കാനാണ് ഓരോ റൗണ്ടിലും ഓരോ സ്റ്റേജിലും നാം പ്രൈസ് മണി വെച്ച് ഫൈനൽ വരെ പോകുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ആളുകൾ ഇളകിയിട്ടില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡ്രോ ദം ടു ദ ബൈബിൾ. സങ്കടപൂർവമായ ഒരു കാര്യമാണ്. കാരണം ഇതിലൊക്കെ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ച ആയിരക്കണക്കിന് അപേക്ഷകരുണ്ടാകുമെന്ന്. ആയിരക്കണക്കിന് വന്നില്ല. ഇതിൽ കൂടുതലൊരു സമ്മാനം കൊടുക്കാൻ സാധ്യവുമല്ല. യു സി അറ്റ് എവരി സ്റ്റേജ് എല്ലാ പ്രോത്സാഹനം നൽകിയിട്ടും അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യ. ഇന്നത്തെ ചെറുപ്പക്കാർ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അറിയാൻ വയ്യ. വേറെ എന്ത് വിഷയം വേണേലും ബ്രദർ പറഞ്ഞിട്ട് ഞങ്ങൾ വരാം, പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വാട്ട് ക്യാൻ വി ഡു? വി ക്യാൻ ഡു. ദാറ്റ്സ് വാട്ട് ദിസ് സ്റ്റാൻഡ്സ് ഫോർ. അറിയേണ്ട വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ വചനത്തിനുള്ള പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരുടെ കുഴപ്പമല്ല. അവരെ വളർത്തുന്ന ഇന്നത്തെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ്, മാതാപിതാക്കന്മാരുടെ കുഴപ്പമാണ്, സഭകളുടെ കുഴപ്പമാണ്. അതെ, ഒരു പ്രൊഫസർ, ഒരു പ്രിൻസിപ്പൽ ഇവിടെ വന്ന് ഈ പേജിൽ വന്നപ്പോൾ, എന്തിനാ ഫുൾ ബൈബിൾ ഒരു ചെറിയ പുസ്തകത്തിൽ നിന്ന് ചോദിച്ചാൽ പോരെ, ഏതായാലും ഒരു പുസ്തകത്തിൽ നിന്നുള്ളത് പോരെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, താങ്കൾ ഒരു കോളേജ് അധ്യാപികയും പ്രിൻസിപ്പളുമാണ്. യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ വരുമ്പോൾ സിലബസിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊന്നുമാണ് ചോദിക്കുന്നത്. യൂസ് ദ ഹോൾ സിലബസ്, റൈറ്റ്? ദാറ്റ്സ് വാട്ട് സിലബസ് ഇസ് ഗിവൻ ഫോർ. ബൈബിൾ ഈസ് അവർ സിലബസ്. വി ഷുഡ് നോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ. ആട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഒരിക്കൽ കൂടെ പുതിയൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു. യെസ്, പറയൂ. ക്രൈസ്റ്റ് ദി ലോർഡ്. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ തിരുവനന്തപുരം ചെറിയുണ്ണി സ്വദേശിയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് വിളപ്പിൽ സഭയിലെ അംഗമാണ്. ഹസ്ബൻഡും 2 മക്കളുണ്ട്. ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യെസ് ബിനു. എൻ്റെ പേര് ബിനു അലക്സ്. ഞാൻ തിരുവല്ല സ്വദേശിയാണ്. ജീസസ് ക്രൈസ്റ്റ് കോൺഗ്രിഗേഷൻ JCC എന്ന സഭയുടെ പാസ്റ്ററാണ്. വൈഫ്, 2 കുഞ്ഞുങ്ങൾ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു. റോഷി. എൻ്റെ പേര് റോഷി തോമസ്. ഞാൻ അടൂർ സ്വദേശിയാണ്. ഒരു കോളേജിൽ അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. വൈഫും ഒരു മോളും ഉണ്ട്. താങ്ക് യു. നമ്മുടെ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസ് അവരെ പരിചയപ്പെടുത്തുകയാണ്. മിസ്റ്റർ രാജീവ് വർഗീസ് നമ്മുടെ സ്ഥിരം സ്കോർ കീപ്പറും ജഡ്ജുമാണ്. കാരണം എൻ്റെ പ്രിയഭക്തിയും കൂട്ടുവേലക്കാരിയും എന്നോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മിസ്റ്റർ രാജിയെ ഞാൻ ഇന്നത്തെ സുശ്രയിലേക്ക് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മിസ്സസ് സോമിനി രജയാണ്. തിരുവല്ലയിൽ പ്രവർത്തിക്കുന്നു, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നു. സോമിനിയുടെ ഹസ്ബൻഡും മിസ്റ്റർ രജി വർഗീസും ഈ സുശ്രയിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. മകള് രേഷ്മ ഇവിടെ വന്ന ആദ്യത്തെ നമ്മുടെ റൗണ്ടിൽ തന്നെ ഇവിടെ സ്കോർ കീപ്പറായിട്ടിരുന്നു. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ട സോമിനിയെയും ഈ സുശ്രയിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതിച്ച്. റൈറ്റ്. അടുത്തതായിട്ട് പ്രേക്ഷകരായ നിങ്ങളാണ്. നാം 5ാം സ്റ്റേജിലേക്ക് കടക്കുന്നവരെയും ക്ഷമയോടെ നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കറിയാം. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും കൂടുതൽ ഉദ്വേഗത്തോടു കൂടിയാണ് അടുത്ത സ്റ്റേജിലേക്കും അടുത്ത റൗണ്ടിലേക്കും അനേകർ കാത്തിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നുണ്ട്. കൂടുതലായി യേശു ക്രിസ്തുവിനെ അനുഭവമാക്കുവാനും അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവവചനം പഠിപ്പിക്കുവാനും എളിയ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. The first question goes to Ms. Beena Joseph. പേടിക്കണ്ട. It's a very easy question. ദൈവത്തിൻ്റെ ആത്മാവ് അധിവസിച്ച 2 അഭിഷിക്തന്മാരുടെ മൃതദേഹങ്ങൾ ദാഗോന്റെ ക്ഷേത്രത്തിൽ കിടന്നു. അവരാരാണ്? ശൗൽ, ശിംശോൻ. ഉത്തരം വളരെ ശരിയാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായിരുന്നു.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ നഗ്നനായിട്ട് പ്രവചിച്ചവനാണ് ശൗൽ രാജാവ്. ശിംശോൻ ദൈവം അയച്ച വ്യക്തിയാണ്. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഭൂമിയിൽ വന്നവനാണ്. രണ്ടുപേരും അവസാനം ചെന്ന് വീണത് ദാഗോൻ്റെ ക്ഷേത്രത്തിലാണ്. ഉത്തരം വളരെ ശരിയാണ്. ബീന ജോസഫ് ഗെറ്റ്സ് 5 marks, റൈറ്റ്. നെക്സ്റ്റ് ഈസ് പാസ്റ്റർ ബിനു അലക്സ്. ഇറ്റ്സ് എ വെരി സില്ലി ക്വസ്റ്റ്യൻ. യു ആർ എ ബൈബിൾ ടീച്ചർ. ഇറ്റ്സ് വെരി ഈസി ഫോർ യു. എന്തുകൊണ്ടാണ് ദൈവം കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും മോശയെയും അഹ്റോനെയും വിലക്കിയത്? ഐ വാണ്ട് ദ റൈറ്റ് ആൻസർ. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവാൻ പറഞ്ഞപ്പോൾ കൽപ്പിക്കുന്നതിന് പകരം ആ പാറയെ അടിച്ചു. കലഹജലം എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ മെരീബാജലം. മെരീബാജലം. പക്ഷേ അത് പാസ്റ്റർ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്? കുറച്ചുകൂടെ വിശാലമാണ് അതിനെക്കുറിച്ച് ഇവരെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാമായിരുന്നു. അതാണല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല, പോയിട്ടുമില്ല. ജസ്റ്റ് ഗോ ഹെഡ്. ഉത്തരം ശരിയാണ്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലമുണ്ടായിരുന്നു. സീൻ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ജനം പിറുപിറുത്തു. അപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചത് എന്താണ്? ദൈവം പറഞ്ഞത് ഇതാണ്. ദൈവം മോശയോട് നിൻ്റെ വടിയെടുത്ത് നീയും സഹോദരൻ അഹ്റോനും സഭയെ വിളിച്ചു കൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക. മോശയും അഹ്റോനും അതെല്ലാം ചെയ്തു. മോശ വടിയെടുത്തു, അഹ്റോൻ വിളിച്ചുകൂട്ടി. ജനമെല്ലാം പാറമേൽ വന്നപ്പോൾ ഇപ്പോൾ പാറയിൽ നിന്ന് വെള്ളം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കണ്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് പാറയടിച്ചു. ഒരു ബസർ ചോദ്യം ചോദിക്കുകയാണ്. റെഡി? ഹാൻഡ്സ് ഓൺ യുവർ ബസേഴ്സ്. യെസ് റോഷി. എത്ര അടി അടിച്ചു? ബീന എത്ര അടി അടിച്ചു? 2. ഒരു മാർക്കുണ്ട്, റൈറ്റ്? അപ്പോൾ പാസ്റ്റർ ബിനു അലക്സ് ഗെറ്റ്സ് 5 marks. ദിസ് അഡീഷണൽ ക്വസ്റ്റ്യൻ. 2 അടി അടിച്ചു. 1 അടി അടിച്ച് നിർത്തിയാലും കുഴപ്പമില്ലായിരുന്നു. ദൈവം കൽപ്പിച്ചത് വടിയെടുത്തുകൊണ്ട് പറയാനാ. മോശം എന്ത് ചെയ്തു? വടിയെടുത്ത് അടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ചോർന്നു പോയി, റൈറ്റ്? അങ്ങനെയാണ് മോശയ്ക്ക് അഹ്റോനും കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ കഴിയാഞ്ഞത്, റൈറ്റ്? ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു റോഷി. വെരി ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? യഹൂദ രാജാവായ യോശിയാവിൻ്റെ കാലത്ത് ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ നിന്ന് കണ്ടെടുത്ത മഹാപുരോഹിതൻ ആരാണ്? യഹോയാദയാണ്. ഉത്തരം തെറ്റാണ്. യെസ്, നെക്സ്റ്റ് ചാൻസ് ഈസ് ഫോർ ബീന ജോസഫ്. ഹിൽക്കിയാവ് the right answer. So -1 for Roshi Thomas and 4 marks for Bina Joseph, right? ഹിൽക്കിയാവായിരുന്നു മഹാപുരോഹിതൻ. ഹിൽക്കിയാവാണ് കേട്ടോ. യഹോയാദാവ് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഓൾറൈറ്റ്. So here we come to the end of the Old Testament round. Will you please give the marks? Mrs. Bina Joseph 10 marks. Mrs. Bina Joseph gets 10 marks. Pastor Binu Alex 5. Pastor Binu Alex 5. Mr. Roshi Thomas -1. Mr. Roshi Thomas -1. Don't worry, you can just improve it, right? With the next round. The next round is New Testament round. ചെന്ന് നോക്കുവിൻ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു. എന്താണ് ചെന്ന് നോക്കാൻ കൽപ്പിക്കുന്നത്? പാസ്റ്റർ ബിനു അലക്സ്. പാസ്. വന്ന് കാൺമീന്ന് പറഞ്ഞ് ഉണ്ടല്ലോ, അറിയാം. ഇങ്ങനെ ചില കമാൻഡ്സ് ഉണ്ട്. ഇത് ഏറ്റവും മറഞ്ഞു കിടക്കുന്ന ഒരു കമാൻഡാണ്. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പുരുഷാരം ഇവിടെ ഇരിക്കുന്നു വളരെ വൈകിപ്പോയി, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന്. അവർ പറഞ്ഞു, ഇത്രയും പുരുഷാരം ഞങ്ങൾ എവിടെ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇറ്റ്സ് ഇമ്പോസിബിൾ, സാധ്യമല്ല. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ അവർക്ക് അപ്പം കൊടുക്കണം. ചെന്ന് നോക്കുവിൻ. എന്താ നോക്കേണ്ടത്? അപ്പം ഉണ്ട്, അവർക്ക് കൊടുക്കാൻ കഴിയും. കർത്താവ് കൽപ്പിക്കുന്ന കമാൻഡാണ്, ചെന്ന് നോക്കുവിൻ. ഒരു പക്ഷേ ആ രീതിയിൽ നമ്മളതിനെ കാണണം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. ചെന്ന് നോക്കണം. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ആണ് നമ്മൾ ദൈവത്തിനോട് വേണ്ടി പലതും പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ ഇത് ചെന്ന് നോക്കാൻ പറയുന്നതിൻ്റെ ഒരു കാരണം, അത് നമ്മൾ ആത്മീയമായിട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്കുള്ള റിസോഴ്സസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് സമർപ്പിക്കുവാൻ.
പാസ് സമ്മതിക്കുന്നുണ്ടോ? ബീന ഉത്തരം ശരിയാണ്. റോഷിക്ക് വല്ല പ്രയാസമുണ്ടോ? അതിൽ ചെന്ന് നോക്കണം ഇനി. റൈറ്റ്, ഓക്കെ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു ബിനു അലക്സ്. ഇപ്പോൾ ബീന വളരെ ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം, വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ എത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? ആ പുസ്തകങ്ങളേവ? എല്ലാ പുസ്തകത്തിലും ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണോ? ആണോ മിസ്റ്റർ റോഷി? മത്തായി, മർക്കോസ്, ആ, ലൂക്കോസ്, യോഹന്നാൻ. അപ്പോൾ ഈ 4 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പറയുന്നല്ലേ? അതല്ലേ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും? അല്ല, 3 പുസ്തകങ്ങൾ. 3 പുസ്തകങ്ങൾ എന്ന് പറയുന്നു. ഇനി ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ 1, 3 അല്ലെ 4 അല്ലെ ബീന 5 എന്ന് പറയാൻ കാത്തു നിൽക്കുന്നു. റോഷി ഉത്തരവായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. പറയൂ പെട്ടെന്ന്. ഗീവ് മി ദ ഫൈനൽ ആൻസർ. എനിക്കൊരു -1 രാവിലെ വിഷമിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. തീർത്തങ്ങ് പറഞ്ഞാട്ടെ എന്താണെന്ന് വെച്ചാൽ. മത്തായി, മർക്കോസ്, ലൂക്കോസ്. അതെനിക്കറിയേണ്ട ആവശ്യമില്ല. നോ ക്ലൂസ്. നിങ്ങളത് മനസ്സിൽ പറഞ്ഞാൽ മതി, ഇവിടെ പറയേണ്ട കാര്യമില്ല. ടെൽ മി ഹൗ മെനി ബുക്സ്. യെസ്, -1 മാർക്ക് ഫോർ ബിനു അലക്സ്. യെസ്, ബീന ജോസഫ്. പാസ്. ഇനി എനിക്ക് ഒരേ പ്രത്യാശ റോഷിയാണ്. റോഷി പറയൂ. -1 പാസ്സാണ്, മനസ്സില്ല കേട്ടോ. ആ പറയൂ റോഷി. 2 പുസ്തകം. -1 മാർക്ക്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആണോ? ഏതാ 4 പുസ്തകം? വളരെ എളുപ്പമല്ലേ? ഏതാ 4 പുസ്തകം? സുവിശേഷങ്ങൾ. അതാ തെറ്റ്. സുവിശേഷങ്ങളിലല്ല, 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, കൂടാതെ 1 കൊരിന്ത്യർ. എന്തോ? 1 കൊരിന്ത്യർ. 1 കൊരിന്ത്യർ ലേഖനം. നീ നാളെ ആകുമ്പം വേറെ ഉത്തരം വരും. വളരെ ശരിയായ മറുപടിയാണ്. മാർക്കില്ല, -1 കുറയ്ക്കാൻ സാധ്യമല്ല. 4 പുസ്തകം ഇതാണ്: മത്തായി, മർക്കോസ്, ലൂക്കോസ് ആൻഡ് കൊരിന്ത്യൻസ്, ഫസ്റ്റ് കൊരിന്ത്യൻസ്. ഓൾറൈറ്റ്, റെഡി? സോ there we go. The last question to ബീന ജോസഫ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ആയിരങ്ങളല്ല 10,000-ങ്ങളെ സൗഖ്യമാക്കി. റൈറ്റ്? പല തലങ്ങളിൽ പല രീതികളിൽ സൗഖ്യമാക്കി. എൻ്റെ ചോദ്യം, മൽക്കോസിന് കർത്താവ് നൽകിയ സൗഖ്യം എന്തായിരുന്നു? അവൻ്റെ കാത് മുറിഞ്ഞു പോയിരുന്നു, അതിനെ തൊട്ട് സൗഖ്യമാക്കി. സ്വാഭാവികമായിട്ട് കാത് മുറിഞ്ഞ താഴെപ്പോടും. പത്രോസ് വാളുകൊണ്ട് വെട്ടിയത്. വാളുകൊണ്ട് വെട്ടി. ഏത് കാതാണ് വെട്ടിയത്? വലത്തെ കാത്. വലത്തെ കാലാണോ? കാത്. വലത്തെ കാത് വെട്ടി അത് കർത്താവ് സൗഖ്യമാക്കി. അപ്പോൾ വളരെ വിശദമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ്, ബീന ജോസഫ് ഗെറ്റ്സ് 5 മാർക്സ് ഫോർ ദാറ്റ്. ഈ കാതെന്നൊക്കെ പറയുമ്പോൾ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസമുണ്ട്. അത് വലിയ വ്യത്യാസങ്ങൾ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാക്കും. എങ്കിലും ബീന അത് പറഞ്ഞുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. Come on, that's the end of the New Testament round. Will you please give the marks? Beena Joseph 5 mark. Pastor Binu Alex -1. Pastor Binu Alex, it's only -1. All right? Roshi Thomas -1. -1. Never mind. We can just make it up now. സേല എന്ന പദം ബൈബിളിൽ ഏതെല്ലാം പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? സങ്കീർത്തനങ്ങൾ. 2 marks for Pastor Binu Alex. Yes, Mr. Roshi, you got an answer? സങ്കീർത്തനങ്ങളും ഹബക്കൂക്കും. Right, സങ്കീർത്തനങ്ങളുടെ മാർക്ക് പോയി. ഹബക്കൂക്കിന്റെ മാർക്കുണ്ട്. 2 മാർക്ക് റോഷി തോമസ്, because the second round. All right? So that's it, shared by Binu Alex and Roshi Thomas. The next question, അടുത്ത ചോദ്യം റോഷി തോമസിനോടാണ്. ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭ സ്വീകരിച്ചിരുന്ന ചിഹ്നമേത്? മത്സ്യം. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. ഇത്ര സംശയം? മത്സ്യമാണ്. നാം ഇപ്പോഴും കാണുന്നുണ്ടല്ലോ മത്സ്യത്തിൻ്റെതായിട്ടുള്ള പ്രതി. ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ
ഇതാണ് അടയാളമായിട്ട് വെച്ചിരുന്നത്. അവരുടെ എല്ലാവിധമായിട്ടുള്ള ഇറ്റ്സ് എ സീക്രട്ട് കോഡ് ആക്ച്വലി. സോ മിസ്റ്റർ റോഷി തോമസ് ഗെറ്റ്സ് 5 മാർക്സ്, റൈറ്റ്. ആൻഡ് നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബീന ജോസഫ്. വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു, എളുപ്പമല്ല, റൈറ്റ്. മാരാമൻ കൺവെൻഷൻ നടത്തപ്പെടുന്നത് ആരുടെ ചുമതലയാണ്? പാസ് ബിനു അലക്സ്. മർത്തോമാ സഭയുടെ ചുമതല. മാർത്തോമാ സഭയുടെ ചുമതലയിലാണ്. ഉത്തരം ശരിയല്ല. മാർത്തോമാ സുവിശേഷ സംഘം. എക്സാക്ട്ലി, മാർത്തോമാ സുവിശേഷ സംഘം. മാർത്തോമാ സഭയുടേതായിട്ടുള്ള ഒരു ഉപശുശ്രൂഷയുണ്ട്, സുവിശേഷ സംഘം, അതാണ് അവരാണ്. ഓൾറൈറ്റ്. സോ -1 for Pastor Binu Alex and 4 marks for Mr. Roshi Thomas. Will you please give the marks? Mrs. Beena Joseph Nil. Mrs. Beena Joseph Nil. Pastor Binu Alex 1. Pastor Binu Alex 1. And Mr. Roshi Thomas 11. And Mr. Roshi Thomas 11. മുൻപോട്ട് കയറി, റൈറ്റ്. നഷ്ടപ്പെട്ട മാർക്കുകളും വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന മാർക്കുകളൊക്കെയും നേടുവാനുള്ളൊരു സമയമാണ് ഇനിയുള്ളത്. ബൈബിൾ ബമ്പർ റൗണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനെ നമുക്ക് വീണ്ടെടുക്കണം. 15 മാർക്കുണ്ട്. സോ ഹിയർ ഗോസ് ദ ഫസ്റ്റ് വൺ. തിരുവചനത്തിൽ ഒരു പ്രവാചകൻ ഒരു രാജാവിനെ കഷണം കഷണമായി വെട്ടിക്കൊന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരെയാണ് വെട്ടിക്കൊന്നത്? There is no time when you bet, you have to give me the answer immediately. പാസ്. അടുത്ത ആള് ബീന ജോസഫ് ആയിരുന്നു അടിച്ചത് അല്ലേ? Yes, ബീന ജോസഫ്. ശമൂവേൽ പ്രവാചകൻ. ശമൂവേൽ പ്രവാചകൻ. ആഗാഗ് രാജാവൻ. Exactly the same answer, correct answer. So you get 2 marks for that. Pastor Binu Alex is -1, right? Second question. ദെബോരയും ബാരാക്കും പുരാതന നദി എന്ന് പുകഴ്ത്തി പാടിയ നദി ഏത്? കീശോൻ തോട്. ശരിയായ ഉത്തരമാണ്. 3 marks for ബീന ജോസഫ്. മൂന്നാമത്തെ ചോദ്യം. വിശുദ്ധ ബൈബിളിൽ മരിച്ച വ്യക്തിക്ക് ഓർമ്മസ്തംഭം സ്ഥാപിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? യാക്കോബാണ്. ആർക്ക് വേണ്ടിയാണ് ഓർമ്മസ്തംഭം? റാഹേൽ. Exactly the right answer. 3 marks for Roshi Thomas. Right? Okay. The fourth question. Ready? സഭാപ്രസംഗയിൽ 40-ലധികം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന പദവേത്? മായ. 3 marks for Binu Alex. Yeah. The last question. Ready? എൻ്റെ ദൈവമേ, ഇതെനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ഇതേത് പുസ്തകത്തിൻ്റെ അവസാന വാക്യമാണ്? യെസ് ബീന. നെഹമ്യാവ്. ശരിയായ ഉത്തരമാണ്. 3 marks for ബീന ജോസഫ്. That brings us to the close of the Bible bumper round. Will you please give the scorecard? Yes, Mrs. Somni. Beena Joseph 8 marks. 8 marks for Beena Joseph. Binu Alex 2 marks. Binu Alex 2 marks. Roshi Thomas 3 marks. And Roshi Thomas 3 marks. Right. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് പ്രൈസ് റൗണ്ടാണ്. നാം ഇവിടെ ഒരു പാട്ട് കേൾപ്പിക്കും. അതിൻ്റെ ഓതർ ആരാണ്, എൻ്റെ സാഹചര്യം എന്താണ് എന്നൊക്കെ പറയുവാൻ നിങ്ങൾക്കറിയാവുന്നതൊക്കെ പറയണം. ഓൾറൈറ്റ്. ആദ്യമേ ബീന ജോസഫാണ്. വിൽ യു സ്റ്റാർട്ട് ദ മ്യൂസിക്? ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ട് വീടേയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര
പാട്ട് ശ്രദ്ധിച്ചല്ലോ, റൈറ്റ്. ഞാൻ 4 ഗാനരചയിതാക്കളുടെ പേര് പറയും. അതിൽ യഥാർത്ഥ ഗാനരചയിതാവിൻ്റെയും ഈണം പകർന്ന വ്യക്തിയുടെയും പേരുണ്ടാവും. ഓൾറൈറ്റ്, 3 പേർക്കും കേൾക്കാം. ഒന്ന്, ശോശമ സന്യാസിനി ലീലാമ്മ കുറിയാക്കോസ് വാഴൂർ, മറിയാമ്മ ജെയിംസ്, ഗ്ലോറി മത്തായി, അന്നമ്മ മാമൻ. അന്നമ്മ മാമൻ. ഉത്തരം വളരെ ശരിയാണ്. അന്നമാമന് ഈ ഗാനത്തെക്കുറിച്ച് വേറെ എന്ത് ബീനയ്ക്ക് പറയാനുണ്ട്? അവർ ദൈവവിശ്വാസത്തിലേക്ക് വന്ന് സുവിശേഷ വിലയ്ക്കായിട്ട് സ്വയം സമർപ്പിച്ചപ്പോൾ ഭവനത്തിൽ നിന്ന് പുറത്താക്കി. ആ സാഹചര്യത്തിൽ വേറൊന്നും അറിഞ്ഞില്ല. അതിനെക്കുറിച്ച് അത്രേ അറിയത്തുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ അതിനോട് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കാനുണ്ടോ പാസ്റ്റർ ബിനു അലക്സ്? ഇല്ല. മിസ്റ്റർ റോഷി തോമസ്? ഇല്ല. അപ്പോൾ 2 കാര്യം വളരെ വ്യക്തമായിട്ട് ബീന ജോസഫ് പറഞ്ഞു. ഒന്ന്, അന്നമ്മമാമനാണ് പാട്ടെഴുതിയത്. ഉത്തരം വളരെ ശരിയാണ്. 2ാമത്തെ കാര്യം പറഞ്ഞത് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സുവിശേഷത്തിൽ ആകർഷയായതുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് ഇറക്കി വിട്ടു. അതാണ് അവരുടെ പശ്ചാത്തലം. ഈ ഗാന പശ്ചാത്തലം പറഞ്ഞില്ല. നിങ്ങൾ ഓർത്തോളണം, ഏതാണ്ട് 10-70 കൊല്ലം മുൻപ് ഒരു സ്ത്രീയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുള്ള അവസ്ഥ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ്. ബാക്കി ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഇല്ല. ശരി, എന്നാലിത് മനസ്സിലാക്കും. ഇന്ന് നാം കേരളത്തിലേക്ക് നോക്കുമ്പോൾ മരണ വീടുകളിലും ശവസംസ്കാര ശുശ്രൂഷകളിലും പാടുന്ന ഗാനമാണ് ലോകമാ ഗംഭീര വാരിധി എന്നുള്ളത്. സാധാരണ യോഗങ്ങളിലും മറ്റൊന്നും അങ്ങനെ പാടാറില്ല. പക്ഷേ ഇത് അങ്ങനെ പാടാൻ ഉദ്ദേശിച്ചുള്ളൊരു പാട്ടല്ല. അന്നമ്മ മാമൻ എന്ന് പറയുന്ന സഹോദരി കർത്താവിൻ്റെ വിളി കേട്ടു. തൻ്റെ 22ാമത്തെ വയസ്സിൽ ജോലി രാജിവെച്ച് ആന്ധ്രയിലേക്ക് പോയി സുവിശേഷ വിലയ്ക്കായിട്ട്. മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും ഒക്കെയും ഒരുപാട് സമ്മർദ്ദം ചെലുത്തി പോകരുതെന്ന്. അതൊന്നും വകവെക്കാതെ വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടു. ഒരു വെല്ലുവിളിയായിരുന്നു. നമ്മൾ ഓർത്തു നോക്കണം, ആ കാലഘട്ടത്തിലെ അവസ്ഥ ഇന്നത്തെ പോലെ അല്ല. സഞ്ചാര സ്വാതന്ത്ര്യമില്ല, സുരക്ഷിതത്വമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു. അങ്ങനെ 3-4 വർഷം ഭവനവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പോയപ്പോൾ ഒരു ദിവസം ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ അവർക്കൊരു കത്ത് കിട്ടി. തന്നെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ വല്യമ്മച്ചിയുടെ കത്താണ്. ആ കത്തിൽ എഴുതിയിരുന്നത്, മകളെ, ഞാൻ നിന്നെ ലാളിച്ച് തീരുന്നതിന് മുൻപ് നീ എന്നെ വിട്ട് കഷ്ടങ്ങളുടെയും പട്ടിണിയുടെയും നടുവിലേക്ക് പോയി. എന്നെ വിട്ട് നീ പോയി. ഉടനെ തിരിച്ച് വീട്ടിലേക്ക് വരണം. വല്യമ്മച്ചിയുടെ എഴുത്ത് വായിച്ച് വളരെയധികം വേദനയോടുകൂടി അന്നമ്മ മാമൻ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 28 വയസ്സായി അപ്പോൾ അന്നമ്മ മാമന് ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു. ഒന്നുകിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ. അത്ര ഹൃദയസ്പർശിയായ കത്താണ്. ഒരു വശത്ത് അപ്രകാരമുള്ള തിരിച്ചറിവിന് വേണ്ടിയുള്ള ആഹ്വാനം, മറുവശത്ത് ആത്മീയ വേലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടതയും നഷ്ടതയും വേദനയും. ഇതിൻ്റെ നടുവിൽ നിന്നാണ് അന്നമ്മ മാമൻ ഈ ഗാനം എഴുതുന്നത്. ഈ പാട്ട് നിങ്ങൾക്കൊന്ന് പാടാം എന്നോടൊപ്പം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. വലിയ അനുഭവമുള്ളൊരു പാട്ടാണ്. സോ ഞാൻ മാർക്ക് ബീനയ്ക്ക് കുറയ്ക്കുന്നില്ല. മർമ്മപ്രധാനമായ 2 പോയിന്റ് ബീന പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് 5 മാർക്സ് ഫോർ ബീന ജോസഫ്. റൈറ്റ്.
The second song, please, to Pastor Binu Alex. യെരൂശലേമെൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമെൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. So, can you tell me, ഞാൻ 4 ക്ലൂസ് തരാം. ശാസ്ത്രി, മോശവത്സലം, ചാൾസ് ജോൺ, CS മാത്യൂസ്, ആൽത്തു, കൊച്ചുഞ്ഞ് ഉപദേശി. ഇവരിൽ ആരാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്, പാടിയിരിക്കുന്നത്? മോശവത്സലം. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. അദ്ദേഹം പാടിയിരിക്കുന്ന ഏറ്റവും നല്ല ക്ലാസിക്കൽ പാട്ടുകളൊന്നാണ്. പ്രത്യാശയുടെ പാട്ടാണ്. അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമോ പാസ്റ്ററിന്? ഒരു രോഗാതുരമായ അവസ്ഥയിൽ കിടന്ന സമയത്താണ് എഴുതിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്ര വ്യക്തമല്ല. ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർ മുഴുവൻ മാർഗം തരാൻ ഞാൻ സന്നദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു അവസ്ഥയിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ യെരൂശലേമിലെ ഇമ്പ വീട്ടിലേക്ക് ചെല്ലുവാനുള്ള ആ ആവേശമാണ്. രോഗത്തിൻ്റെ വേദനയുണ്ട്, കഷ്ടങ്ങളുണ്ട്, അതിൻ്റെ ഒക്കെ നടുവിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാനുള്ള ആവേശം. നമുക്ക് രോഗം സൗഖ്യമാകാനുള്ള ധൃതിയാണ്. അതിന് പ്രാർത്ഥിക്കുകയും നേർച്ച നേരുകയും എടുത്തോണ്ട് പള്ളിയിൽ കൊണ്ടുപോയി ഒക്കെ ഒരുപാട് കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് യെരൂശലേമിന് ഇമ്പ വീടേ, എപ്പോൾ ഞാൻ വന്ന് ചേരും. അങ്ങോട്ട് ചെന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചേരാനുള്ള അഭിവാഞ്ചയാണ് ഈ ഗാനം. സോ ഞങ്ങൾക്കൊക്കെ അത്രയൊക്കെ അറിയത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാനും ഒരുപാട് ഗവേഷണം നടത്തിയിട്ടും അത്രേ മനസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർ ബിനു അലക്സിന് 5 മാർക്സ്. റൈറ്റ്. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു റോഷി. വിൽ യു സ്റ്റാർട്ട് ദ മ്യൂസിക്? സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ
സോ പാട്ട് കേട്ടു. സഭാവ്യത്യാസമില്ലാതെ മലയാളി ക്രിസ്ത്യാനികൾ മുഴുവനായി പാടുന്ന ഒരു പാട്ടാണിത്. അവിടെ സഭയ്ക്ക് വ്യത്യാസമില്ല. അവർ ലോകത്ത് എവിടെയായിരുന്നാലും ഈ പാട്ട് പാടുന്നുണ്ട്. 125 പരം വർഷങ്ങൾക്ക് മുൻപാണ് ഈ പാട്ട് രചിക്കപ്പെട്ടത്. PV തൊമ്മി, TK ശാമുവേൽ, V നാഗൽ, പാസ്റ്റർ PJ ജോസഫ് എന്നതാണ് താങ്കളുടെ മുമ്പിലുള്ള ചോയ്സ്. ആരാണിത് എഴുതിയതെന്ന് പാട്ട്? V നാഗൽ. മറ്റെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം വോൾബ്രീറ്റ് നാഗൽ എന്നാണ്. കറക്റ്റ്, വോൾബ്രീറ്റ് നാഗൽ എന്നാണ്. ജർമ്മൻ സ്വദേശിയാണ്. അദ്ദേഹം ജർമ്മൻ സ്വദേശിയാണ്. ബാസൽ മിഷനിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാസൽ മിഷൻ പ്രവർത്തിക്കാൻ അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ച് അദ്ദേഹം ഒരു കാളവണ്ടി യാത്രയിലാണ് ഈ പാട്ട് മരണസമയത്ത് പാടാൻ ഉള്ള ഉദ്ദേശത്തിൽ എഴുതിയ പാട്ടല്ല. പക്ഷേ അത് ഒത്തിരി പ്രശസ്തമായി ഒത്തിരി ഭാഷകളിലേക്ക് 17 ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതെ, എല്ലാ സഭാവിഭാഗങ്ങളും മരണവുമായി ബന്ധപ്പെട്ട് ഈ പാട്ടുകൾ അതൊരു മരണപ്പാട്ടാക്കി മാറ്റി. അതെ, വേറെ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഞാൻ അതിൻ്റെ ഒരു ലൈൻ, കാളവണ്ടിയിൽ പോകുന്നതിൻ്റേതായിട്ടുള്ള ആ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പാടിയതാവുമ്പോൾ, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു, അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി ഞാൻ തനിയെ പോകുന്നു. അതെ, വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു ഗാനം. സമയത്തെ ഒരു രഥത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ കാളവണ്ടി ഇരിക്കുമ്പോൾ ആ കാളവണ്ടിയുടെ ചക്രം ഉരുളുന്നത് പോലെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമയം ഉരുണ്ട് തീരുന്നത് എന്നുള്ള അതിമഹത്തായ ദർശനവും ആശയം ഉള്ള ഒരു വലിയ ഉൾക്കാമ്പുള്ള ദർശനത്തോടി പാടിയ പാട്ടാണ് സമയമാം രഥത്തിൽ ഞാൻ. പ്രിയപ്പെട്ട റോഷി, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തന്നെ കൂടുതലൊന്നും പറയാനില്ല. 17 ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി അത് സായിപ്പായി ജർമ്മനിൽ ഇവിടെ വന്ന് ഇത് മാത്രമല്ല, അദ്ദേഹം വേറെ പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇന്നും മലയാളക്കരയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പാട്ടുകളൊന്നായിട്ട് അത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കാരണം അനേകർക്ക് അത് ആശ്വാസവും പ്രത്യാശവും നൽകുന്നു. മരണപ്പാട്ടായിട്ടല്ല എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിലും അവിടെയും ആശ്വാസവും പ്രത്യാശയും നൽകിക്കൊണ്ടിരിക്കുന്നു. So 5 marks for Roshi Thomas. And that brings us to the close of the praise round. So how do you like the praise round? Good. Excellent. Excellent. റോഷിക്ക് അതെ, നല്ലതായിരുന്നു. നല്ലൊരു ചോദ്യം കിട്ടിയല്ലോ. റൈറ്റ്. അല്ല, ഇത് പ്രശസ്തമായ പാട്ടാണ്. നമ്മളൊരാളെ കുരുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാട്ടെടുത്തിട്ട് പറയാൻ പറ്റും. അല്ല, ഇത് പോപ്പുലർ, വി ഷുഡ് നോ ഇറ്റ്. ഒരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഇനി അടുത്തുള്ള പ്രസംഗം നിങ്ങൾക്ക് ഇത് കോട്ട് ചെയ്യാൻ പറ്റിയില്ലേ? സോ that was the aim and that is our mission. So that brings us to the end of the praise round. Right. So will you please bring the scorecard? നമ്മുടെ പ്രൈസ് റൗണ്ടിൻ്റെ മാർക്സ് അനൗൺസ് ചെയ്യാം. Beena Joseph 5 marks. Beena Joseph 5 marks. Pastor Binu Alex 5 marks. Pastor Binu Alex 5 marks. Roshi Thomas 5 marks. Roshi Thomas 5 marks. Now we come to the final scorecard. Please declare the final marks and the winner. Mrs. Beena Joseph gets the first prize Mrs. Beena Joseph gets the first prize. with 28 marks. 28 marks. And the second prize to Mr. Roshi Thomas. Second prize goes to Mr. Roshi Thomas. 17 marks. Right. And the consolation prize goes to Pastor Binu Alex. Right. Now it's a prize distribution. മോറിയ സ്റ്റേജിലെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് വന്ന് പങ്കെടുത്ത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷികളായി കൂടുതൽ പ്രശോഭിപ്പാൻ ഇത് മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.